നമുക്കിന്ന് സ്പെഷ്യലായിട്ട് ഒരു ഉള്ളി ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചുവന്നുള്ളി 1 കപ്പ് എടുക്കണം. പിന്നെ കാശ്മീരി മുളക് 15 എണ്ണം, വറ്റൽ മുളക് 15 എണ്ണം. ഈ ഉള്ളി ചമ്മന്തി നമുക്ക് കപ്പയ്ക്കും പിന്നെ ദോശയ്ക്കും ഇഡ്ലിക്കും ചോറിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഏതിനു വേണമെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി ഉപയോഗിക്കാം. ഒരാഴ്ച വരെ കേടുകൂടാതെ ഇത് എടുത്തു വയ്ക്കാം. ഈ ഉള്ളി ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ചുവന്നുള്ളി നമ്മൾ നന്നാക്കി എടുക്കണം. ചുവന്നുള്ളിയുടെ പുറത്ത് തോല് കളഞ്ഞ് നല്ല നീറ്റായിട്ട് വൃത്തിയാക്കിയിട്ട് നന്നാക്കണം. പിന്നെ നല്ല വലിപ്പം കൂടിയ ചുവന്നുള്ളി അരച്ചാൽ നമുക്ക് നടു പൊളിച്ചിട്ട് വേണം വെളിച്ചെണ്ണയിലിട്ട് വഴറ്റാനായിട്ട്. അങ്ങനെ 1 കപ്പ് ചുവന്നുള്ളി. ഇനി ഉള്ളി ചമ്മന്തി തയ്യാറാക്കാൻ 2 തരം മുളക് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് വറ്റൽ മുളക് ഒരു 15 എണ്ണം, പിന്നെ കാശ്മീരി മുളക്. കാശ്മീരി വറ്റൽ മുളക് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. കാശ്മീരി കണ്ട കുറച്ച് ഇങ്ങനെ ഒരു പിരിയൻ മുളകുള്ളത് ഈ കാശ്മീരി മുളക്. ഇതുപയോഗിച്ചാൽ നമുക്ക് ചമ്മന്തിക്ക് നല്ല കൊഴുപ്പും നല്ല നിറവും കിട്ടും, എരിവ് കൂടില്ല. പിന്നെ വറ്റൽ മുളക് ഉപയോഗിച്ചാൽ നല്ല എരിവ് കിട്ടും. അങ്ങനെ ഈ 2 തരം മുളക് 15 എണ്ണം വീതം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ കോൽപ്പുളി എടുക്കണം. നമ്മുടെ ചമ്മന്തിക്ക് അപ്പോഴേ അതിൻ്റെ പുളി എല്ലായിടത്തേക്കും എത്തുള്ളൂ. വെളുത്തുള്ളി ഒരു 3 അല്ലി. അത് ഏത് ചമ്മന്തി ഉണ്ടെങ്കിലും നമ്മൾ ഒരു വെളുത്തുള്ളി 2 അല്ലിയെങ്കിലും ചേർക്കണം. എന്നാലേ നമ്മുടെ വയറിന് ഗ്യാസൊക്കെ ഫോം ചെയ്യാണ്ടിരിക്കുകയുള്ളൂ. വെളുത്തുള്ളി ഏത് ഡിഷിൻ്റെ കൂടെ ചേർക്കുന്നത് നല്ലതാണ്. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന്. വേപ്പില 2 കതിർപ്പ്. ആദ്യം നമ്മൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണം. കുറച്ചധികം വെളിച്ചെണ്ണ ചേർക്കണം. വെളിച്ചെണ്ണയിൽ നല്ലോണം വേണം മൂക്കാനായിട്ട്. അതിലേക്ക് വറ്റൽ മുളക് ഇടണം. ആദ്യം ഒന്ന് പൊട്ടിച്ചിടാം. അത് കഴിഞ്ഞ് നമുക്ക് കാശ്മീരി മുളകും പിരിയൻ മുളക് നമുക്കൊന്ന് പൊട്ടിച്ചിടാം. പതിനഞ്ച് വറ്റൽ മുളകും 15 കാശ്മീരി മുളകാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോഴേ ഈ ചമ്മന്തിക്ക് ഉണ്ടാവുള്ളൂ. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. വറ്റൽമുളകും കാശ്മീരി മുളകും ഒന്ന് മുരിഞ്ഞു വരണം. ഈ കാശ്മീരി മുളകിട്ട അല്ലെങ്കിൽ പിരിയൻ മുളകെന്ന് നമ്മൾ പറയും. ഈ മുളകിട്ട ചമ്മന്തിക്ക് നല്ല കൊഴുപ്പും നല്ല റെഡ് കളറും കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് കോരി വയ്ക്കാം, അതാണ് നല്ലത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക് ഇങ്ങനെ കരിഞ്ഞു പോകും. ഒന്ന് മൂത്തിട്ട് ഒന്ന് നോക്കി നോക്കാം. നമുക്ക് മൂത്തിനൊന്ന് സ്റ്റിഫാവും. അപ്പോൾ നമുക്ക് കോരിയെടുക്കാം. കളർ കുറച്ച് ഇഷ്ടം മാറിയിട്ടുണ്ട്. കുറച്ച് ഒരു ഡാർക്ക് കളർ പോലെ വരുമ്പോൾ നമുക്ക് എടുക്കാം. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ റോ ടേസ്റ്റൊക്കെ മാറി നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമുക്കിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ അറിയാനൊരു സ്റ്റിഫ്നെസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഏകദേശം ആയിണ്ട്. എന്നിട്ട് എടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ വേണം, വേറൊന്നും ചേർക്കാത്തതാണ്. ഈ ചുവന്നുള്ളി ചേർക്കാം. അതിൽ വലിപ്പം കൂടിയതാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നടുമുറിച്ച് ചേർക്കാം. ചെറുതൊക്കെ അതുപോലെ തന്നെ ഇടാം. വലിപ്പം കൂടിയത് മാത്രം ഒന്ന് നടുമുറിക്കണം പെട്ടെന്ന് ആവാനായിട്ട്. ഒരു കപ്പ് ചുവന്നുള്ളിയാണ് എടുത്തുള്ളത്.
വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പച്ചക്ക് ഇങ്ങനെ ചുവന്നുള്ളി ഡയറക്റ്റായിട്ട് നന്നാക്കി അരച്ചെടുക്കണേക്കാളും നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒന്ന് വാടി വന്നാൽ ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചമ്മന്തിക്ക് ഇത്തിരി ഉപ്പ് മുൻപന്തേ നിൽക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. വേപ്പിലയും ചേർക്കാം. വേപ്പില ഇതൊന്ന് ചൂടാറിയിട്ട് വേണം മിക്സിയിൽ അരയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച നെല്ലിക്കയുടെ വലിപ്പമുള്ള ഉള്ളി പിച്ചിടാം. ചപ്പാത്തിക്കകത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർക്കാം. പക്ഷെ അത് നാളികേരം ചേർത്താൽ ഒരാഴ്ചയൊന്നും കേടുകൂടാണ്ട് ഇരിക്കില്ല. ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റോട് കൂടി ഇരിക്കുകയുള്ളൂ. ഒരാഴ്ച വരെ കേടാവാണ്ട് ഇരിക്കും ചെയ്യും. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണിത്. ഒന്ന് ഉള്ളിയിലൊക്കെ ഒരു നിറം മാറിയിട്ട് ഇങ്ങനെ ഒരു ബ്രൗണിഷ് കളർ കയറിയാൽ മതി. നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ അരച്ച് എടുക്കാം മിക്സിയിൽ ജാറിൽ. നമുക്ക് ഈ വറ്റൽ മുളകും കാശ്മീരി മുളകൊക്കെ വറുത്തയിലേക്ക് തന്നെ ഇതിടാം. ചുവന്നുള്ളിയും വറ്റൽമുളകൊക്കെ ചൂടാറിയിട്ട് ഇനി നമുക്ക് മിക്സിയിൽ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം. തീരെ വെള്ളം ചേർക്കാൻ പാടില്ല. വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാത്തതേ പാടുള്ളൂ. വെള്ളം ചേർത്തത് നാശവും. ഒരാഴ്ച ഇങ്ങനെ ഇരിക്കില്ല. ഉപ്പ് നമ്മൾ ചുവന്നുള്ളി വഴറ്റുമ്പോൾ ഇത്തിരി ഇട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്കിടാം. അറിയാൻ വേണ്ടിയിട്ട് ചേർക്കാം. ഉപ്പ് നമുക്കൊരു നുള്ളും കൂടി ചേർക്കാം. അത് പോരായ വരും. ഒരു പാകത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. ഒന്ന് 2 മിനിറ്റ് അടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കയ്യിലോണ്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഒതുക്കി കൊടുക്കാം. കാശ്മീരി മുളക് ചേർത്ത കാരണം ഈ ചമ്മന്തിക്ക് ഒരു കളറ് കണ്ടത്, നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി അരച്ചോ. ഒരു 3 മിനിറ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ഉണ്ട്. നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ചമ്മന്തിയുടെ പാകം നമുക്ക് നോക്കാം. ഒരു പാകത്തിൽ നമുക്ക് എടുക്കാം. വെള്ളം ചേർക്കാത്ത കാരണം ഒരാഴ്ച നല്ലോണം ഇരിക്കും. സമയത്ത് നമുക്ക് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് ഞാൻ നോക്കി നല്ലൊക്കെ പാകം. നമ്മുടെ സ്പെഷ്യൽ മുളക് ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. മരച്ചീനി കപ്പ എന്നൊക്കെ പറയില്ല, അതിനൊക്കെ വളരെ ബെസ്റ്റാണ്. ദോശയ്ക്ക് ഇഡ്ഡലിക്ക് ഒക്കെ വളരെ ടേസ്റ്റ് കൊടുക്കുന്നത്.
കഞ്ഞിക്കും ഏതിന് വേണമെങ്കിൽ നമുക്ക് ഈ ചമ്മന്തി ഉപയോഗിക്കാം. ഒന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.